പാപ്പയുടെ മരണശേഷവും അദ്ദേഹത്തിന്റെ രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഇന്നും നിലനിൽക്കുമ്പോഴാണ് രാജിയുടെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി പാപ്പയുടെ ജീവചരിത്രകാരനും ജർമ്മൻ മാധ്യമപ്രവർത്തകനുമായ പീറ്റർ സീവോൾഡ് രംഗത്തെത്തിയിരിക്കുന്നത്. ബെനഡിക്ട് പാപ്പ 2022 ഒക്ടോബർ 28-ന് പീറ്റർ സീവോൾഡിന് അയച്ച കത്ത് ജർമ്മൻ മാസികയായ ഫോക്കസിൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിക്കൊണ്ടാണ് പ്രസ്തുത വെളിപ്പെടുത്തൽ പീറ്റർ നടത്തിയിരിക്കുന്നത്. ബെനഡിക്ട് പാപ്പ എഴുതിയ കത്തിൽ പേപ്പൽ സ്ഥാനത്തു നിന്നും രാജിവെച്ചതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കുന്നുണ്ട്. ജർമ്മനിയിലെ കലോണിൽ വെച്ച് നടത്തപ്പെട്ട ലോക യുവജന സമ്മേളനം മുതലാണ് പാപ്പയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലായതെന്ന് പാപ്പ കത്തിൽ വ്യക്തമാക്കുന്നു. മാർപ്പാപ്പയായി സ്ഥാനം ഏറ്റതിനു ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ലോക യുവജന സമ്മേളനമായിരുന്നു അത്. 2005 ഓഗസ്റ്റ് 16 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ. ആ സമയത്താണ് ബെനഡിക്ട് പാപ്പയ്ക്ക് അതികഠിനമായ ഉറക്കമില്ലായ്മ അലട്ടാൻ തുടങ്ങിയതെന്ന് പാപ്പ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിൽ ഡോക്ടർമാർ നല്ല ഡോസുള്ള മരുന്നുകൾ നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് മരുന്നുകൾ ഒന്നും തന്നെ ഏൽക്കാതെ വരികയും ചെയ്തു. 2012 മെക്സിക്കോ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പാപ്പ നടത്തിയ പേപ്പൽ സന്ദർശനത്തിനിടയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായതായി പാപ്പ കത്തിൽ വ്യക്തമാക്കി. സന്ദർശനത്തിനിടയിൽ ഒരു ദിവസം രാവിലെ പാപ്പ ടവൽ നോക്കിയപ്പോൾ അതിൽ രക്തം കാണാൻ ഇടയായി. തുടർന്ന് മരുന്നുകളെല്ലാം കുറയ്ക്കാൻ വിദഗ്ധ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. പാപ്പയുടെ ആരോഗ്യം ക്ഷയിക്കുന്നതായും പത്രോസിന്റെ സിംഹാസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ആരോഗ്യം തനിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും പാപ്പ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ബെനഡിക്ട് പാപ്പയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും അതുമൂലം ഉണ്ടായ സമ്മർദ്ദം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് രാജിവെക്കുന്നത് തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ അന്നും ഇന്നും നിലനിന്നിരുന്നു. എന്നാൽ പീറ്റർ സീവോൾഡിന്റെ തെളിവ് സഹിതമുള്ള വെളിപ്പെടുത്തലിലൂടെ ബെനഡിക്ട് പാപ്പയുടെ രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് ഇവിടെ വിരാമമാകുകയാണ്.